അപ്പോൾ നമുക്ക് രാവിലെ ഇന്നിപ്പോൾ 10 വാർത്തകൾ ഞങ്ങൾ ശ്രീ പി.വി. അബ്ദുൽ വഹാബ് എം.പിയുടെ സാന്നിധ്യത്തിൽ പ്രേക്ഷകരെ അറിയിക്കാൻ പോവുകയാണ്. നമ്മൾ സാധാരണ ഹെഡ്ലൈൻസ് ഒക്കെ വായിക്കുമ്പോൾ സാധാരണ പ്രോംപ്റ്ററും ഒക്കെ ഉണ്ടാവുമല്ലോ, ഒരു വലിയ ക്യാമറയും സംവിധാനമുണ്ട്. ഇപ്പോൾ ഈ മൊബൈൽ ടെക്നോളജിയൊക്കെ വന്നപ്പോൾ എല്ലാം ഈ മൊബൈൽ ഫോണിൽ കിട്ടും. ഇതിൽ നോക്കി അങ്ങോട്ട് വായിച്ചാൽ മതി. എത്ര മാറി. ഇനിയിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. ഇന്ന് കോളേജിലെ കോൺഫറൻസിന്റെ നമ്മളെ തന്നെ ആവശ്യമില്ല, നിങ്ങളൊക്കെ തീരെയില്ല, ഞങ്ങളെ തീരെയില്ല എന്നുള്ളത് രാവിലെ തന്നെ നമ്മുടെ മനസ്സൊന്ന് വിഷമിപ്പിച്ചു. നിങ്ങളെ ഒന്നും ഇനി ആവശ്യമില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ റീപ്ലേസ് ചെയ്യും. ഈ അധ്യാപകരും നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് ചാറ്റ് GPT എടുത്ത് ചോദിക്കുന്ന വേഗത്തിൽ അധ്യാപകർക്ക് മറുപടി പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ലോകത്തുള്ള എന്ത് വിഷയങ്ങളും നിങ്ങൾക്ക് 10 സെക്കൻഡിനുള്ളിൽ നിങ്ങൾക്ക് ചാറ്റ് GPTയിലൂടെ കിട്ടും. ആ കാലത്ത് അധ്യാപകരൊക്കെ അപ്രസക്തമാകുമോ എന്നൊരു ചോദ്യം ബാക്കിയാണ് അല്ലേ? അല്ല, അപ്പം ചിപ്പൊക്കെ തലയിൽ തന്നെ വെക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇപ്പോൾ അറിയൊന്നും വേണ്ടല്ലോ, അറിഞ്ഞുകൊണ്ടിരിക്കല്ലേ. പക്ഷെ അത് കേരളത്തിലെ നേതാക്കളുടെ തലയിൽ വെച്ചാലുണ്ടല്ലോ ചിപ്പ് പോലും തോറ്റുപോകും. സത്യം പറയാം, പല നീക്കങ്ങളും അത്ര ഷാർപ്പാണെന്ന് മാത്രമല്ല, ആ ചിപ്പിന് പോലും പിടിച്ചെടുത്താൻ പറ്റാത്ത ലോകരിതമാണ് ഓരോ സ്ഥലത്തുള്ളത്. UDF-ലാണെങ്കിലും ശരി, LDF-ലാണെങ്കിലും ശരി. ബാക്കി നമുക്ക് അവിടെ നിർത്താം അല്ലേ? കേരളത്തിൽ ആ നീക്കങ്ങൾ അങ്ങനെയാണല്ലോ. എത്ര വേഗമാണ് പല നേതാക്കളുടെയും നീക്കം എന്ന് പറയുന്നത്. ചിപ്പ് അടിച്ചു പോകുന്ന രാഷ്ട്രീയ നീക്കം നടത്താൻ ശേഷിയുള്ളവരാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, ശരിയല്ലേ?